ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണോ? അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായിട്ടൊന്നുമല്ല ഞാൻ ഇരിക്കുന്നത്. എങ്കിലും അമ്മയ്ക്കൊരു ചെറിയൊരു പൊടിക്കൊരാശ്വാസം പോലെയുണ്ട്. അപ്പം ഞാനൊന്ന് വീട് വരെ ഓടി വന്നതാണ്. അപ്പം കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പല രീതിയിൽ പല സൈഡിൽ കൂടെയും നമുക്ക് കഷ്ടകാലങ്ങളും സമയദോഷങ്ങളും നമ്മുടെ നാളിൻ്റെ അനുസരിച്ചുമൊക്കെ നമുക്ക് ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പം എല്ലാവരും എൻ്റെ അമ്മേനെ വന്ന് കണ്ടിട്ട് വന്നിട്ട് ചോദിച്ചു, അമ്മച്ചിക്ക് വല്ല നേർച്ച എവിടെയെങ്കിലും കിടപ്പുണ്ടോ ചെയ്ത് തീർക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു. എൻ്റേതായിട്ടുള്ള അറിവിൽ അമ്മ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ഒരു നേർച്ചയോ കാഴ്ചയോ ഒന്നും വെക്കുന്ന ഒരാളല്ല. അപ്പം ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിൽ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, അമ്മച്ചിയുടെ അച്ഛന് ഇങ്ങനെ നോക്കുന്ന ഒരാളാണ്, ഞാൻ അവിടെ നിന്ന് പഠിച്ചതാണ്, പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ദോഷം വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ആരോടും 10 പൈസ മേടിച്ചിട്ടും അച്ഛൻ ചെയ്തിട്ടില്ല. വന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു കൊടുത്തുള്ളത് എന്ന് പറഞ്ഞു കൊടുക്കുക തന്നെയാണല്ലോ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത് വെച്ച് അമ്മ ഒരു കാര്യസാധനത്തിന് വേണ്ടിയിട്ട് നേർച്ച നേർന്നതായിട്ട് എൻ്റെ അറിവിലില്ല. കാരണം എന്ന് പറഞ്ഞാൽ നേർച്ച പോയിട്ട് ഇങ്ങനെ തല ചൊറിയാൻ നേരമില്ലാതിരിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാതെയോ അങ്ങനെയൊന്നും കിടക്കുന്ന ഒരു വ്യക്തികളും അല്ലായിരുന്നു എൻ്റെ അമ്മ. അതുപോലെ തന്നെയാണ് ഞങ്ങളെല്ലാവരും തന്നെ. ഏകദേശം അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോയി തിരിച്ചു വന്നു, അങ്ങനെയുള്ളൂ. അപ്പം വന്നിട്ട് പറഞ്ഞു, ശിവക്ഷേത്രത്തിൽ പോയിട്ട് അമ്മയുടെ പേരിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും നേർച്ച പെൻഡിങ്ങോ അല്ലെങ്കിൽ അറിയാതായിട്ട് നിങ്ങൾ കിടപ്പുണ്ടെങ്കിൽ ഒരു കരിക്ക് മേടിച്ച് കൊടുത്തിട്ട് ഇന്നത് പോണക്ക് ചെയ്യുന്ന നമ്മുടെ അടുക്കൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തോ മനസ്സിന് എനിക്ക് അങ്ങനെ ഒരു സമാധാനമില്ലായ്മ എന്നും പിന്നെ അത് എന്നെ അലട്ടും. അയ്യോ, അമ്മച്ചിക്ക് അങ്ങനെ ജീവൻ പോയത് ഞാനിങ്ങനെ കരിക്ക് മേടിച്ച് കൊടുത്തു. അതിൻ്റെ അകത്തൊന്നും ശാസ്ത്രീയമായിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട്. ദൈവത്തിനറിയാം, വിട്ട ഒരു വ്യക്തിക്കറിയാം അവൻ്റെ സമയം അവിടെ തന്നെ കുറിച്ചിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ എത്ര പിടിച്ചു വച്ചാലും ഇരിക്കത്തില്ല, വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ജീവൻ പോയിരിക്കും. അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണം എന്നില്ല. എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ അടുക്കൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മളെന്തെങ്കിലും നേർച്ചയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചിലർ ഓടി ഓടി നടന്ന് ആ നേർച്ച ചെയ്തു, ഈ നേർച്ച ചെയ്തു, അവിടെ പോയി അത് ചെയ്തു, ഇവിടെ പോയി അത് ചെയ്തു. അങ്ങനെയൊന്നും ആരും ചെയ്യണ്ട. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ആ വാക്ക് പാലിച്ചിരിക്കണം. അത് എൻ്റെ ഒരു നിയമമാണ്. അല്ലെങ്കിൽ ഞാനത് പഠിച്ചു വെച്ചാൽ ചെയ്ത ഒരു ശീലമാകട്ടോ അത്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിഞ്ഞ വിവാഹമൊക്കെ കഴിഞ്ഞവർ ചെയ്യുന്നതിന്, ഭർത്താവിന് എന്തെങ്കിലും ഒരു അപകടം വരുമ്പോൾ നമ്മൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 100 അടുത്ത് പോയി നേർച്ച കാഴ്ച പോലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ചെയ്യും. ഇല്ലെന്നല്ല, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടാനായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു വീട് പണി മുടങ്ങിക്കിടക്കുവാണെങ്കിൽ ചെയ്യും, കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. തൊട്ടതിനും പിടിച്ചതിനും നേർച്ചയോട് നേർച്ച. ഇത് ഏത് നേർച്ച ദൈവം സ്വീകരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്ക്. നമ്മൾ മനസ്സായിട്ട് ഭഗവാനെ വിളിച്ചിട്ട്, ദൈവമേ എൻ്റെ കാര്യം ഇന്നത് പോണക്ക് നടത്തിത്തരണം, നടക്കേണ്ടതാണ് നീ നടത്തി തരുമെന്നറിയാൻ ശല്യപ്പെടുത്തുന്നതല്ല. എൻ്റെ ആവശ്യം അതുപോലെ ആയതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞ് നമ്മൾ കാര്യങ്ങൾ എന്തെല്ലാം ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്കറിയാവുന്ന കാര്യം, ഇങ്ങനെ ജീവൻ പോകാണ്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു കിടക്കുമ്പോൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അവനവൻ്റെ വിശ്വാസവും അല്ലെങ്കിൽ അവനവൻ്റെ രീതി അനുസരിച്ച് ചെയ്യും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുകയാണെ, നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പം അത് അടുക്കോടെയും ചിട്ടയോടെയും മാത്രം ചെയ്യുക. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പം നിങ്ങൾക്കറിയാലോ, പണ്ട് കാലനില്ലാത്ത കാലം അങ്ങനെ പഠിക്കാനായിട്ട് വരെ ഉണ്ടായിരുന്നു. ഒരു ബാലന് നേരം അവൻ്റെ അച്ഛനോടും അമ്മയോടും ബുദ്ധിയും വിവരവും അറിവും ഇല്ലാത്ത 101 മക്കളെ വേണോ, അതോ ഇതെല്ലാം തികഞ്ഞ ഒരു മകനെ വേണം? പക്ഷെ ആ തികഞ്ഞ മകന് 9 വയസ്സ് വരെയുള്ള ആയുസ്സെന്ന് പറയും. അപ്പോൾ അവർ രണ്ടുപേരോട് ആലോചിച്ചിട്ട്, ബുദ്ധിയും വിവരവും ഇല്ലാത്ത 101 മക്കളെ കഴിഞ്ഞ് എത്രയോ നല്ലതാ 9 വയസ്സ് വരെയുള്ള എല്ലാം തികഞ്ഞ ഒരു മകനെന്ന്. അപ്പോൾ ഈ കൊച്ചിന് 9 വയസ്സ് അടുക്കും തോറും ഇവർക്ക് ഭയങ്കര മനപ്പറയാണ്. ഉടനെ കൊച്ചു കാര്യം ചോദിച്ചപ്പോഴൊന്നും പറഞ്ഞിട്ട് പറഞ്ഞാൽ ഇനി ഭക്ഷണവും കഴിക്കത്തില്ല, അച്ഛനോടും അമ്മയും കാര്യം. ഉടനെ ഈ ബാലനോട് ഈ അച്ഛനും അമ്മയും കാര്യം പറഞ്ഞു, അത്രയേ ഉള്ളോ, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവൻ്റെ ഈ മരണത്തിൻ്റെ, അതായത് 9 വയസ്സാകുന്നതിൻ്റെ തലേ ദിവസം ഇവൻ ഓടിച്ചെന്നിട്ട് ശിവൻ്റെ ലിംഗത്തേലോട്ട് അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്, ശിവലിംഗം നിങ്ങൾക്കറിയാലോ, കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് പറഞ്ഞ് എൻ്റെ ജീവൻ വിട്ടുകൊടുക്കാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനേ ഉള്ളെന്ന് ഇങ്ങനെ പറഞ്ഞ് കാലന് ഈ സമയമായപ്പം വന്ന് ഇതിൻ്റെ പുറത്ത് വന്ന് നിൽക്കുക. കാരണം ശിവന് വിട്ടുകൊടുക്കാനും മേല. അപ്പം ഇങ്ങോട്ട് കഴിഞ്ഞപ്പം ശിവൻ പറഞ്ഞു, എന്തായാലും ഞാൻ ഈ ബാലൻ്റെ ജീവൻ തരത്തില്ല. അതെന്തോ അന്ന് കാലം പിണങ്ങി പോയിട്ടാണ് പിന്നെ ഒരു മരണമില്ലാത്തൊരു കാലം വന്നത്. അത് കഴിഞ്ഞ് ശിവൻ അതിന് പ്രായശ്ചിത്തമായിട്ട് എത്രയോ വർഷം തപസ്സരിക്കുകയും ശിക്ഷ അനുഭവിക്കുകയൊക്കെ ചെയ്ത കാര്യം നിങ്ങൾക്കറിയാലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മരണത്തിൻ്റെ സമയത്ത് ആ മരണം നമ്മളെ വന്നു കൊണ്ടു.
നടക്കേണ്ട കാര്യങ്ങളെല്ലാം നടക്കേണ്ട സമയത്ത് നടന്നിരിക്കും. അത് ഓർത്തുകൊണ്ട് നമ്മൾ ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും പിടിക്കണ്ട. പിന്നെ നിങ്ങൾക്കാണേലും എനിക്കാണേലും ചെയ്യാൻ പറ്റിയ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ, നമുക്ക് ആർക്കും ഉപകാരം ചെയ്തില്ലെങ്കിലും നമ്മൾ ആർക്കും വേണ്ടിയിട്ട് ഉപദ്രവിക്കരുത്. ആ ഉപദ്രവമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദോഷമായിട്ട് വരുന്നത്. നമ്മളെ ചിലപ്പോൾ ഒരു പരീക്ഷയായിരിക്കും, നമ്മൾ പരീക്ഷിക്കപ്പെടുമല്ലോ, അല്ലെ ഒരു ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ്സിലോട്ട് നമ്മൾ ജയിക്കണേലും ആ പരീക്ഷ എഴുതി പാസ്സാകണം. അപ്പം നമ്മളെ നോക്കി അമ്മേനെ ഒന്ന് കിടപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കും, നിങ്ങൾ പരിചരിക്കും, അല്ലെ നിങ്ങൾ അതേ രീതിയിൽ ഇടുകയുള്ളൂ എന്നൊക്കെ ഉള്ളൊരു പരീക്ഷണമായിരിക്കും ദൈവത്തിൻ്റെ. അത് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക. പിന്നെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മ എന്തെങ്കിലും തെറ്റോ കുറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈ സമയത്ത് അതിന് കണക്കിടരുത്. എൻ്റെ അമ്മച്ചിക്ക് നല്ലൊരു മരണം, അതായത് സന്തോഷമായി വേദനകളൊന്നുമില്ലാതെ നിറയിക്കാതെ വിളിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ അതുപോലും വരുത്തില്ല. കാരണം എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ അമ്മച്ചിയില്ലാതെ എനിക്ക് പറ്റത്തില്ലെന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥന പോലും എനിക്ക് വരാത്ത ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന് സജിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പം പറഞ്ഞു, എനിക്കൊണ്ട് പറ്റത്തില്ല, നീ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്തു, ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, പ്രാർത്ഥിക്കത്തില്ലെന്ന്. അപ്പം പറഞ്ഞു, എടി നിൻ്റെ മനസ്സ് തന്നെയല്ലേ ഞങ്ങൾക്കും അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും താഴ്മയായിട്ട് പറയുക, കാല് പിടിച്ച് പറയുക, കിട്ടുന്ന ഒരു സമയം നമ്മൾ നമ്മുടെ രക്ഷകർത്താക്കളെ, നമ്മുടെ അയൽവാസികളെ, നമ്മുടെ കൂടപ്പറപ്പുകളെ, നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പോലും നമ്മളൊരു വാക്ക് പ്രാർത്ഥിക്കുക. അവർക്കൊന്നും വേണ്ടിയിട്ട് ആരും നമ്മൾ ഒരു ദ്രോഹവും ചെയ്യരുത്. ഉപകാരം ചെയ്തില്ലേലും ഉപദ്രവിക്കരുത്. അതുപോലെ നേർച്ചകളും കാഴ്ചകളും നമ്മൾ ചെയ്താൽ അത് നമ്മൾ ചെയ്തിരിക്കണം, അത് നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ. എത്ര നല്ല ആളാന്ന് പറഞ്ഞാൽ, എത്ര നല്ല മനുഷ്യരാന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, കുറച്ച് ഏറ്റക്കുറച്ചിലും കുറവുകളും ഒക്കെ ഉണ്ടാകും. അല്ലാതെ എല്ലാം തികഞ്ഞവരായിട്ട് ഭൂമിയിൽ ആരുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അമ്മച്ചി എൻ്റെ നാട്ടിൽ ഭക്ഷണം കൊടുക്കാത്ത ഒരു മനുഷ്യർ അല്ലെ ഒരു കുഞ്ഞുങ്ങൾ ഇതിലാലൊന്നുമില്ലെന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അമ്മ ഇങ്ങനെ കിടന്നു പോയത് എടുത്ത്, അമ്മച്ചിയുടെ രോഗം, അമ്മയുടെ പ്രായം, ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രായത്തിൻ്റെ അനുസരിച്ചുള്ള വയ്യാഴിക കാര്യങ്ങൾ അമ്മച്ചി കിടക്കുവാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അമ്മച്ചി ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടുപോയതാണ്. ICU കയറ്റി ഒരു കിടത്തിയതിന് ശേഷം തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷമാണ് അമ്മ ഇത്രയും അങ്ങ് കിടന്നു പോയത്. അതും നമുക്കറിയില്ലായിരുന്നു കേട്ടോ. ഒരു ക്യാൻസർ പേഷ്യൻറ്റിന്, അല്ലെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ്, ലിവർ പേഷ്യൻ്റ്, കിഡ്നി രോഗം, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ കൊറോണ വന്നു കഴിഞ്ഞിട്ടുണ്ട്, ആ വാക്സിൻ എടുക്കാൻ പാടില്ലായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. ആ വാക്സിൻ എടുത്താണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി പോയത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാണ് ഇത്രയും വലിയ പ്രശ്നത്തിലോട്ട് പോയത്. എത്ര നല്ല മനുഷ്യരാന്ന് പറഞ്ഞാലും നമുക്കൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറ്റിയത് തന്നെയാണ്, ഏറ്റു പോരാൻ ഭയങ്കര പാടാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളെല്ലാവരും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒന്നെങ്കിൽ അമ്മച്ചി എഴുന്നേറ്റ് സന്തോഷം ഒന്ന് എഴുന്നേറ്റിരിക്കാനെങ്കിലും അമ്മച്ചിക്ക് സാധിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇനി ഞങ്ങളുടെ അമ്മച്ചിയുടെ കൂടെ ഉണ്ടാവണം. അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് കേട്ടോ ഞങ്ങളിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അപ്പോൾ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്തില്ല എങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.